HDFC ബാങ്ക് ഷെയർ ക്രാഷ് ആയി. ഇപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്കറിയാവോ, HDFC ബാങ്ക് ഷെയർ തേഴ്സ്ഡേ ഏർലി ട്രേഡിംഗ് സെഷനിൽ 5% ഇടിഞ്ഞു. അതിൽ 52 വീക്ക് ലോ ആയ 770 ക്ലോസ് ചെയ്തു. അതിനുശേഷം ഫ്രൈഡേ ഏർലി ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് 2% ഇവിടെ ഇടിഞ്ഞു. സോ എക്സാക്ട്ലി എന്താണ് HDFC ബാങ്കിൽ സംഭവിച്ചത്? HDFC ബാങ്കിന്റെ പാർട്ട് ടൈം ചെയർമാൻ അതുപോലെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായ അത്താനു ചക്രവർത്തി റിസൈൻ ചെയ്തു. അപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞത് ബാങ്കിന്റെ ചില പ്രാക്ടീസസ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വാല്യൂ അല്ലെ എത്തിക്സ് ആയിട്ട് ഒത്തുപോകുന്നില്ല എന്നാണ്. ഇപ്പം RBI അപ്രൂവലോടെ HDFC ഗ്രൂപ്പ് ഇൻസൈഡർ മിസ്റ്റർ കീക്കി മിസ്ത്രിനെ മാർച്ച് 19 തൊട്ട് 3 മാസത്തേക്ക് ഇന്ററിം ചെയർമാൻ ആയിട്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം HDFC ബാങ്കിന്റെ റെപ്യൂട്ടേഷൻ കുറച്ച് ക്വസ്റ്റ്യനിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ കുറച്ച് ടെൻഷനാണ്. പ്രത്യേകിച്ച് ബാങ്കിന് നിഫ്റ്റിയിൽ വലിയ വെയിറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ സീൻ അത്ര സീരിയസ് അല്ല, മാനേജബിൾ ആണ്. അപ്പൊ തുടക്കമായിട്ട് മിസ്റ്റർ കീക്കി മിസ്ത്രി പറഞ്ഞു RBI ബാങ്കിന്റെ ഗവർണൻസിൽ ഒരു ഇഷ്യൂ കാണുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ അവര് പറഞ്ഞത് ഇതൊരു ഒപ്പീനിയൻ ഡിഫറൻസ് മാത്രമാണ്, ഫണ്ടമെന്റലി ബാങ്കിന് യാതൊരു ഇഷ്യൂ ഇല്ല എന്നാണ്. മിസ്റ്റർ ചക്രവർത്തി ഈ ഒരു അലിഗേഷനെ കുറിച്ച് ബോർഡിന് ഒരു എവിഡൻസോ സ്പെസിഫിക് ഡീറ്റെയിൽസോ ഇതുവരെ കൊടുത്തിട്ടില്ല. എക്സ്പേർട്സ് ഇവിടെ പറയുന്നത് HDFC ബാങ്ക് ഒരു സ്ട്രോങ് പ്രോസസ് ഡ്രിവൺ ബാങ്ക് ആണ്. സോളിഡ് അണ്ടർറൈറ്റിംഗ്, ഏർലി റിസ്ക് റിറ്റൻഷൻ, അതുപോലെ ടൈറ്റ് കോസ്റ്റ് കൺട്രോളോടെ, അതും ലാർജ് സ്കെയിലിൽ തന്നെ. ചലഞ്ചസ് ഉണ്ടായാലും ബാങ്ക് കഴിഞ്ഞ 3 വർഷത്തിൽ ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോയിൽ ഒരു സ്ട്രോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിന് AAA റേറ്റിംഗ് ഉണ്ട്. 12% ഡിപ്പോസിറ്റ് മാർക്കറ്റ് ഷെയറും 14% അഡ്വാൻസസ് ഷെയർ ഉള്ളതുകൊണ്ട് ബാങ്ക് ഇപ്പോഴും ഡോമിനന്റ് ഫ്രാഞ്ചൈസി ആയിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. RBI ഇവിടെ അൺസർട്ടനിറ്റി കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് വരുന്നത്: HDFC ബാങ്ക് ഒരു ഡൊമസ്റ്റിക് സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് ആണ്. സൗണ്ട് ഫൈനാൻഷ്യൽസ് ഉണ്ട്, പ്രൊഫഷണലി റൺ ചെയ്യുന്ന ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ കോമ്പീറ്റന്റ് മാനേജ്മെന്റ് അവർക്ക് ഉണ്ടെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റീസെന്റ് ഇവന്റ് ഒഴിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ ഫണ്ടമെന്റൽസിൽ ഒരു മേജർ ചേഞ്ചസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ കാര്യം സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇതാണ് വരുന്നത്: മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് HDFC ബാങ്ക് ഷെയറിൽ ഇപ്പോൾ ഒരു 5% ഇടിവ് വന്നു എന്ന് ഓർത്തിട്ട് അത് അവരുടെ ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട് എന്നിവയിൽ വലിയൊരു ഇമ്പാക്ട് അത് ഉണ്ടാക്കില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ബാങ്കിന്റെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പം നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ETF അല്ലെങ്കിൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല.